ഹായ് ഗൈസ്. ഇപ്പോൾ നൈറ്റ് സമയമാണ്. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. സാധാരണ ഈ സമയത്ത് ഞാൻ കുളിക്കില്ല. ഇപ്പോൾ ഏതാണ്ടൊരു 9:15 9:30 10 മണി ആയിക്കണം. 9:15 ആയി ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും. നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോക്ക് കൊണ്ടുവന്ന് കാണിച്ചത്. ഇപ്പോൾ അവിടെ എന്താണ് എൻ്റെ ഹസ്ബൻഡ് രാത്രി സമയത്താണ് ഈ ഭക്തിഗാനമൊക്കെ ഇടാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്തിഗാനമൊക്കെ ഇട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അവിടെ ഹാളിൽ ക്ലോക്കിലുള്ള സമയമാണ് ഞാൻ കാണിച്ചത്. എന്താ ഇത്ര ലേറ്റായെന്ന് വെച്ചാൽ എൻ്റെ ഇളയ കുഞ്ഞ് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഓരോ ചുമ, ജലദോഷം, പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഒരു തവണ വന്നിട്ട് മാറി. പിന്നെ ന്യൂ ഇയറിന് വന്നിട്ട് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കാണിച്ചു. എൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല. എപ്പോഴും കേക്കിൻ്റെ വീഡിയോ ഇടണ്ടാന്ന് കരുതിയിട്ട് ഇടാത്തതാണ്. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വീണ്ടും പ്രശ്നമായി. അങ്ങനെ സ്കൂൾ തുറന്നിട്ടും വിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ തിങ്കൾ ചൊവ്വ ഇന്ന് ചൊവ്വയല്ലേ. അപ്പോൾ ഇന്നലെ ഇന്നൊന്നും സ്കൂളിലോട്ടൊന്നും വിട്ടില്ല. അപ്പോൾ ഫുൾ ടൈം ആൾ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് കടയിൽ പോയി. പിന്നെ മൂത്തയാൾ രാവിലെ സ്കൂളിൽ പോകും. അതേ ഞാനും അവൾ മാത്രമേ ഉള്ളൂ. സാധാരണ പിള്ളേർക്ക് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെയൊക്കെ അവരുടെ ഒരു കുസൃതിയൊക്കെ കുറയും, നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ എന്നെ ഒരിടത്തും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ജോലി, അതായത് വൈകുന്നേരത്തെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ജോലി വരെയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമായിരിക്കും എനിക്ക് ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ എനിക്ക് കുളിക്കാനോ മേലെ കഴുകാനുള്ള സമയം കിട്ടണം. അപ്പോൾ ഇപ്പോൾ കുളിച്ചിട്ട് വന്നു. ഇനി അവൾ കിടന്ന് ഉറങ്ങി നേരത്തെ. പക്ഷേ ഇനി അടുത്ത് വീണ്ടും മരുന്ന് കൊടുക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ നമ്മൾ ഇടയ്ക്കൊക്കെ ജലദോഷത്തിൻ്റെയൊക്കെ മരുന്ന്, നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൊടുത്തതുകൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഇടവിട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് അവർക്ക് ഇനി കൊടുക്കാനുള്ള സമയമായി വരുന്നുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ആൻറ്റിബയോട്ടിക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറിയിട്ടില്ല. അപ്പം അത് എല്ലാം നോക്കിയിട്ട് ഒരു 10 മണി കഴിയുമ്പോൾ വേണം ആ മരുന്നൊക്കെ അവളെ വിളിച്ച് കൊടുത്തിട്ട് കിടത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാനായിട്ട്. ഇപ്പോൾ റൂമിൽ വന്ന് അപ്പോൾ അതുപോലെ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊക്കെ മടക്കി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ മടക്കിയിട്ട് വേണം ഇനി അവളെ വിളിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ എക്സാമിൻ്റെ ഒരു സമയം, പിന്നെ ഈ ഫോൺ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മൂത്തയാൾക്ക് പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, എന്താ പഠിത്തത്തിൽ കൊടുക്കുന്നോ എന്ന് ഉള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടും എന്താ ആളുടെ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോ പിടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഫോൺ അധികം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇപ്പോൾ കുറവായിട്ട് ഉള്ളത്. പിന്നെ അത്യാവശ്യം ഈ ഇടയ്ക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.